സത്ലജ് Z5 കാണാനുള്ളൊരു അവസരം നമുക്കുണ്ടായിരുന്നു. റിലീസായ ആദ്യത്തെ 2-3 ദിവസം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോഴൊക്കെ കാണാം എന്ന് വെച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും Z5 അത് തൂക്കി. കാരണം ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് Z5 ഇപ്പോൾ സിനിമ അവൈലബിൾ അല്ല. ഒരുപാട് ആളുകൾ ഇല്ലീഗലായിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് ലീഗലായിട്ടുള്ള വഴികളിലൂടെ മാത്രം സിനിമകൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഗല്ലുഗാര എന്നാണ് ഇവർ ആദ്യം ഈ സിനിമയ്ക്ക് പേരിടാൻ വെച്ചിരുന്നത്. അതിനുശേഷം പഞ്ചാബ് 95 എന്നുള്ള പേരായിരുന്നു. എന്തായാലും റിലീസായപ്പോൾ സത്ലജ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒരു ബയോഗ്രഫിക്കൽ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് ഈ സിനിമയെ പറയാം. കാര്യം 1995 ആ ഒരു കാലഘട്ടത്തിൽ പഞ്ചാബിൽ പോലീസിൻ്റെ തന്നെ നേതൃത്വത്തിൽ, ഒരു പോലീസ് രാജ്യം എന്നൊക്കെ പറയാം, അങ്ങനെ പോലീസിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നു വന്ന ഒരു വലിയ കൂട്ടക്കൊല. അതിൻ്റെ നമ്പേഴ്സ് അവർ അവകാശപ്പെടുന്നത് പ്രകാരം 25,000-ന് മുകളിൽ ആളുകൾ എന്നാണ്. 25,000 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പോലീസുകാർ കൊന്നൊടുക്കിയതാണ്. കാരണം മിലിറ്റൻസിൻ്റെ ശല്യം വളരെ വ്യാപകമാവുന്നു. അപ്പോൾ പോലീസുകാർ മിലിറ്റൻസിനെ പിടികൂടുക, കൊല്ലുക. അങ്ങനെ എത്ര മിലിറ്റൻസിനെ നിങ്ങൾ കൊല്ലുന്നോ അതിനനുസരിച്ച് പ്രൊമോഷൻ കിട്ടും എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ നിലനിന്നപ്പോൾ കുറേ പോലീസുകാർ ആ അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന, അവർക്ക് സസ്പീഷ്യസ് ആയി തോന്നുന്ന ഏതൊരാളെയും പിടിച്ചുകൊണ്ട് പോവുക, കൊല്ലുക. അതിനുശേഷം അവരുടെ ഡെഡ് ബോഡി ഈ വീട്ടുകാരറിയാതെ തന്നെ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുക. കാര്യം വീട്ടുകാർ ആളെ കാണാനില്ല എന്ന് പറഞ്ഞു നടക്കും. പക്ഷേ ശരിക്കും അനാഥ ശവം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ബോഡി ദഹിപ്പിക്കും. അതും അല്ലെങ്കിൽ അവരെ കൊന്ന് വയറ് കീറി ഡാമിലൊക്കെ വലിച്ചെറിയും. ആ ബോഡികൾ പല കനാലുകളിലും പോയി ബ്ലോക്കായിട്ട് ഈ ശവശരീരങ്ങൾ വാരി കൊണ്ടുപോകുന്ന പോലത്തെ സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദിൽജിത്ത് സിംഗ് എന്ന് പറയുന്ന ഒരു ബാങ്ക് മാനേജർ ആയിരുന്ന ആളാണ്. അദ്ദേഹം പിന്നീട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിട്ട് മാറി പഞ്ചാബിൽ. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്. അതായത് ഇവർ ഈ കാണാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചു, പോലീസിൻ്റെ നേതൃത്വത്തിൽ അവരെ ദഹിപ്പിച്ചു എന്നറിയുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് 25,000-ന് മുകളിൽ ആളുകളെ വീട്ടുകാർ മുഴുവൻ കാണാതായി എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നു. പക്ഷേ ഇവരെ ദഹിപ്പിച്ചു കഴിഞ്ഞു. പോലീസുകാർ നടത്തി വന്നിരുന്ന ഈ നരവേട്ടയെക്കുറിച്ച് അയാൾ ജനങ്ങളുടെ ശ്രദ്ധ, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ, അതിനുശേഷം ലോക ശ്രദ്ധ വരെ പിടിച്ചു പറ്റുന്നു. പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാളെ ഈ പറയുന്ന പോലീസ് കൂട്ടം എങ്ങനെയാണ് ആക്രമിച്ചത്, എങ്ങനെയാണ് അയാൾ അവസാനിച്ചത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവസാനിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മുടെ മുന്നിൽ ഈ സിനിമ അവതരിപ്പിക്കുന്നത്. കഥ മുഴുവൻ പറഞ്ഞല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. നമ്മുടെ രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഇത്രയും ഭീകരമായൊരു കാര്യം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ പോരാട്ടം നടന്നിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു ധാരണ നേടണ്ടേ. അപ്പോൾ സത്ലജ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇനി എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വെച്ചിട്ട് തന്നെയാണ് സിനിമ കണ്ടത്. ബട്ട് സ്റ്റിൽ സിനിമ എന്നുള്ള നിലയ്ക്ക് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. 2-2.5 മണിക്കൂറുണ്ട്. ഒരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ, യാതൊരു ലാഗും ഇല്ലാതെ അങ്ങനെ ഞാൻ കണ്ടു തീർത്തൊരു സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇമോഷണലി പല സിറ്റുവേഷൻസിൽ ഇമോഷണലി നമ്മളങ്ങനെ ഭയങ്കര ഹുക്ഡായി പോകുന്ന പോലത്തെ. പക്ഷേ ഇത് വളരെ സ്ലോ പേസിൽ പോകുന്നൊരു, കാരണം ഇതിനകത്ത് അവർക്ക് വേണമെങ്കിൽ തുടക്കം മുതലേ തന്നെ ഒരുപാട് ബ്ലഡ് ഷെഡ് കാണിക്കാം. ആളുകളെ കൊല്ലുന്നതും ഈ പറഞ്ഞ പോലെ ഈ ആറ്റിൽ വലിച്ചെറിയുന്നതിന് മുമ്പ് വയറ് കയറുന്നതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ഇവർക്ക് കാണിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും പിന്നെ ഒരു ഷാഡോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയും ഭീകര എലമെൻറ്റ്സ് നമ്മളിങ്ങനെ കാണിച്ച്, വയലൻസ് കാണിച്ചിട്ടല്ല അവർ പോകുന്നത്. ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുകയാണ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണം. എല്ലാവർക്കും ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. പക്ഷേ അങ്ങനൊരു സ്ലോ പേസിൽ പോകുന്ന സിനിമയെയും ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. നിങ്ങളങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ്. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഞാൻ പറയും പെർഫോമൻസുകളാണ്. ഇതിൽ ദിൽജിത്ത് ദോസാഞ്ചാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥൻ, ബാങ്ക് മാനേജർ. അയാൾക്ക് ഭാര്യയും 2 കുട്ടികളുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. അയാളുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മയെ കാണാത്തതിൻ്റെ പേരിലുള്ള ഒരു അന്വേഷണം തുടങ്ങുന്നു. അവിടെ വരെയും വളരെ നാച്ചുറലായി ഇരുന്നിട്ട് പതിയെയാണ് ഇയാൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നത്. പതിയെയാണ് ഇയാൾ എന്ത് കാര്യമാണ് തുടങ്ങിയെന്ന് ഇയാൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ അസ്ഥി ഉറഞ്ഞു പോകുക എന്ന് പറയുന്ന പോലത്തെ ഒരു പേടിയില്ലേ. കാര്യം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ തല്ലിക്കൊന്ന് ആറ്റിക്കളഞ്ഞാലും ആരും ചോദിക്കാൻ വരാത്ത പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ഇയാളെ കാണാതായാൽ പോലും അന്വേഷിക്കേണ്ട ആൾക്കാരാണ്. അവരാണ് വില്ലന്മാരായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഈ ബോൺ ചില്ലിങ് ഒരു ടെററിലേക്ക്, അതിലേക്ക് അയാൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം. അയാൾ ഏറ്റവും ഭീകരമായി വേട്ടയാടുമ്പോഴും അയാളുടെ ആശയങ്ങളിൽ മുറുകെ പിടിക്കുന്നു. അയാൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും രക്ഷപ്പെട്ടു പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ മരിച്ചു പോയിട്ടുള്ള ഓരോ ആൾക്കാർക്കും, അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് അയാൾ എടുക്കുന്നൊരു തീരുമാനവും അയാളുടെ ഒരു പോരാട്ടമൊക്കെ ഉണ്ട്. അതിന് മുഴുവൻ ദിൽജിത്ത് അസാമാന്യമായിട്ട്
സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. മേ വാപ്പസ് ആവുക എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് വാദോരാതെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലും അത് തന്നെയാണ് പറയാനുള്ളത്. അതിഗംഭീരമായിട്ട് ദിൽജിത്ത് ഈ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫും അതിനെ തുടർന്നൊരു കുറച്ച് സമയവും കൂടി ദിൽജിത്തിൻ്റെ കയ്യിലാണ്. അത് കഴിയുമ്പോൾ അർജുൻ രാംപാൽ CBI ഓഫീസറായിട്ട് വന്ന് സിനിമയുടെ ആ ഒരു ഗിയർ അയാൾ ഏറ്റെടുക്കും. പിന്നെ അങ്ങോട്ടേക്ക് പുള്ളിയാണ് പടം കൊണ്ടുപോകുന്നത്. അങ്ങേരും അസാമാന്യ പ്രതിഭയാണ്. അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാനുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ്. ഈ CBI ഉദ്യോഗസ്ഥനും ഒരു പാസ്റ്റ് ഉണ്ട്. അയാൾ ഈ കേസിലേക്ക് വരുമ്പോൾ അയാൾ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലെ ജെം എന്നൊക്കെ പറയാവുന്ന പോലെ അങ്ങനെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സുവീന്ദർ വിക്കി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയാണ്. SSB സുഗ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തത് എന്ന് വെച്ചാൽ അങ്ങനൊരു ഭീകര ഒരു വില്ലൻ എന്ന് വെച്ചാൽ കൂറ്റരെടുത്ത് നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഏത് നിമിഷവും നമ്മുടെ മുമ്പിൽ മരണം പോലെ വന്ന് ചാടി വീഴാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കെ. ആ ക്യാരക്ടറിന് ഒരു മുഖവും ഒരു പെർഫോമൻസും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിങ്ങേരാണ് എന്ന് പറയുന്ന പോലെ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ പേടിയായിപ്പോൾ. ഇപ്പുറത്തെ സൈഡിൽ സാധാരണ ഇങ്ങനെ ഈ മനുഷ്യാവകാശ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഹീറോയുടെ സൈഡിലാണ് നിൽക്കുക. നമുക്ക് അവിടെ നിന്ന് പോരാടാനൊക്കെ തോന്നും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ കാണുമ്പോഴേ അയാളുടെ പെർഫോമൻസ് വൈസൊക്കെ അങ്ങനൊരു ഭീകരത അവിടെ സൃഷ്ടിച്ചു. ഈ പറയുന്ന പഞ്ചാബ് പോലീസിൻ്റെ ഭീകരത മുഴുവൻ ഈ പറയുന്ന സുഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ കൊണ്ടുവരാൻ അങ്ങേർക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊരു ക്യാരക്ടർ കൻവാൽജിത് സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇതിലെ DGP ബിട്ട എന്ന് പറയുന്ന ക്യാരക്ടർ. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ, പിന്നെ ഇങ്ങനെ കൂട്ടുകാരനായിട്ട് എക്കോൽ അഭിനയിച്ചിട്ടുള്ള സൗരഭ് സച്ദേവയുണ്ട്. അതുപോലെ കുറേ വേറെയും പോലീസുകാരുണ്ട്. എല്ലാവരും ഗംഭീര പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ള സിനിമ. ഇതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് കാലഘട്ടത്തിനോട് നീതി പുലർത്തണം. നേരത്തെ ഞാൻ പറഞ്ഞു ഇതിലെ ഈ ഭീകരതകൾ കാണിച്ച് വേണമെങ്കിൽ ഇപ്പോൾ അതാണല്ലോ മെയിനായിട്ടുള്ളൊരു ട്രെൻഡ്. എന്തെങ്കിലും ഒരു കാരണം അത് വെച്ചിട്ട് വയലൻസ് കാണിച്ച ആളുകളെ ഇങ്ങനെ കോരിത്തിരിപ്പിച്ചിരുത്തുക എന്ന് പറയുന്ന ഇവരതൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. ഇവർ ഇതിനകത്തെ ആ മനുഷ്യാവകാശ ലംഘനത്തിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ ജസ്വന്ത് സിംഗ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസുകൾ കാണിക്കുന്നുണ്ടെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ വയലൻസ് കാണിച്ചല്ല അവർ നമ്മളെ പിടിച്ചിരുത്തുന്നത്. അവിടെ ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശം എന്താണ് എന്നുള്ളതും അതിനുവേണ്ടി ഒരാൾ നടത്തിയിട്ടുള്ള പോരാട്ടവും. പിന്നെ ഒരുപാട് നൈറ്റ് ഷോട്ട്സ് ഒക്കെ അവർ എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അങ്ങനെ വിഷ്വലി ഗംഭീരമായിട്ട് പോകുന്നൊരു സിനിമ. അതിൻ്റെ ഓഡിയോ സൈഡ്, അതിൻ്റെ മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് നടന്ന അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലയുടെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ളൊരു പരിപാടി. പക്ഷേ എന്തുകൊണ്ടത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സെൻസർ ബോർഡിനെ ബൈപ്പാസ് ചെയ്തു പോയി എന്നുള്ളത് അത് ഒരു പ്രശ്നം തന്നെയാണ്. രണ്ട്, അത് സിനിമ കണ്ടപ്പോൾ എനിക്കും, അതായത് ഈ ആരോപണം കേട്ടിട്ട് സിനിമ കാണുന്ന സമയത്ത് എനിക്കും തോന്നി ഒരു വൺ സൈഡഡ് പരിപാടിയാണ്. കാര്യം അവിടെ നടന്ന ഈ മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ആ പോരാട്ടത്തിനെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ നഷ്ടം വന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഒരു വേർഷൻ ഉണ്ടല്ലോ, എവിടെയൊക്കെയോ എനിക്കും അങ്ങനെ തോന്നി. പിന്നെ നിലവിൽ ഗവൺമെൻറ്റിനെയും പോലീസിനെയൊക്കെ എതിർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള പല സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാധ്യത. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ നിലവിൽ നമുക്ക് കാണാൻ പറ്റാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഇത് ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ തെറ്റായൊരു കഥയാണ് എന്നാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉള്ള അറിവുകൾ പങ്കുവയ്ക്കുക കമൻറ്റ് ബോക്സിൽ. പിന്നെ ആരെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലോ സംഭവങ്ങളെയോ വ്യക്തികളെയോ വികലമായി പറയുന്ന വാക്കുകളോ ഒന്നും കമൻറ്റ് ബോക്സിൽ ഇടാതിരിക്കുക. പിന്നെ ഈ സിനിമയുടെ പൈറേറ്റഡ് കോപ്പി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ലിങ്കുകളും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യും, വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് സിനിമ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കാണണോ വേണ്ടിയോ എന്ന് ഇപ്പോഴേ ഒരു തീരുമാനം എടുത്തു വെക്കാൻ കുറേ ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.